നമസ്കാരം. ഞാൻ ഇന്ന് 24 ലക്ഷം വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പെരുവഴിയിൽ മുതൽ പാർലമെന്റിൽ വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 24 ലക്ഷം വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല. കഴിഞ്ഞ 7 വർഷങ്ങളിൽ 70 പേപ്പർ ലീക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതുവഴി 2 കോടി വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇരുട്ടിലായത്. നമ്മൾ ഒരുമിച്ച് ഈ യുദ്ധത്തിൽ പോരാടുകയും ഈ യുദ്ധം ജയിക്കുകയും ചെയ്യും. പ്രധാന പ്രശ്നം പേപ്പർ ലീക്ക് ആവുന്നു എന്നതാണ്. ഇത് 24 ലക്ഷം കുട്ടികളുടെ മാത്രം കാര്യമല്ല, കുടുംബം മുഴുവനാണ് ഇതിന്റെ ദുരവസ്ഥ അനുഭവിക്കുന്നത്. ഈ പ്രാവശ്യം ഡിജിറ്റൽ പേപ്പർ ലീക്കും ഉണ്ടായിരിക്കുന്നു. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരോധിക്കുന്നു, വീഡിയോകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. എൻ്റെ അമ്മ പാവപ്പെട്ടതാണ്. നിങ്ങൾ ശബ്ദമുയർത്തിയാൽ, പിന്മാറാതെ പൊരുതിയാൽ അവർക്ക് 2 പേർക്കും നിങ്ങൾ പറയുന്നത് അനുസരിക്കേണ്ടി വരും. സർ, ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് നീറ്റ് പരീക്ഷയെക്കുറിച്ച് സംസാരിക്കാനാണ്. ഞങ്ങളെല്ലാവരും ഓൾറെഡി പരീക്ഷ എഴുതിയവരാണ്. ഈ മുറിയിലിരിക്കുന്ന ഭൂരിഭാഗവും 650 മുകളിൽ സ്കോർ ചെയ്തവരാണ്. കഴിഞ്ഞ വർഷം 610 ആയിരുന്നു കട്ട് ഓഫ്. ഇപ്രാവശ്യം അത് 657ആയി. 630 എന്ന ബെഞ്ച് മാർക്ക് ഒരു ഡീസന്റ് സ്കോറാണ്. അതിൽ മത്സരം കടുത്തിരിക്കുന്നു. അത് വിലക്കയറ്റം 40% നിന്നും ഒറ്റയടിക്ക് 400% ആയതുപോലെയാണ്. കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിച്ചതുകൊണ്ടാണ് അത് എന്ന് പറയുന്നത് ന്യായീകരിക്കാനാവുന്നതല്ല. ഈ ഉന്നത മാർക്ക് നേടിയവർ എന്ന് പറയുന്നവരില്ലേ, 720, 715, 718, 719 ഒക്കെ നേടിയവർ, അവരുടെ ശരിയായ മാർക്ക് 640 താഴെയായിരിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ അതിന് 4 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് വ്യക്തമായും പേപ്പർ ലീക്ക്. രണ്ടാമത്തേത് ഈ പ്രാവശ്യം ഡിജിറ്റലായി പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്, ടെലഗ്രാമിലും മറ്റു സോഷ്യൽ മീഡിയ മാർഗങ്ങളിലൂടെയും. മൂന്നാമത്തേത് ഉത്തരം അറിയത്തില്ലാത്ത ചോദ്യത്തിന് OMR ബ്ലാങ്ക് ആയി ഇടുക എന്ന സ്കാം. എന്നിട്ട് NDAയുടെയോ മറ്റേതോ പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയുടെ ആൾക്കാർ ആ ബ്ലാങ്ക് ശരിയുത്തരം മാർക്ക് ചെയ്യുന്നു. അതായത് ചീറ്റിംഗ്. അതെ, അത് വലിയ ചീറ്റിംഗ് ആണ്. നാലാമത്തേത് ഗ്രേസ് മാർക്ക്. അത് അധികം ആളുകളെ ബാധിച്ചിട്ടില്ല. പ്രധാന പ്രശ്നം പേപ്പർ ലീക്കാണ്. അനുരാഗ് എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് പേപ്പർ ലീക്കായി എന്ന്. അങ്ങനെ പേപ്പർ ലീക്കായി എന്ന് തെളിഞ്ഞതാണ്. ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടിരുന്നു. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് NDAയിൽ അങ്ങനെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല എന്നാണ്. 2 സെന്ററുകളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ അന്വേഷണം നടത്തുമെന്ന്. എന്നാൽ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നും CBI അന്വേഷണം നടത്തണമെന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതി എന്തു പറയുന്നോ അതുപോലെ ഞങ്ങൾ ചെയ്യുമെന്ന്. പക്ഷേ സാർ, സുപ്രീം കോടതിയിൽ എത്ര PIL സമർപ്പിച്ചോ അത്രയും കേസുകളിൽ ജൂലൈ 8-ന് തീരുമാനം നേരിട്ടുണ്ടാവുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതുവരെ കുട്ടികളിൽ എത്ര സമ്മർദ്ദമാണ്, എത്ര പ്രതിസന്ധിയാണ് ഉണ്ടാവുന്നത്. അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഈ കാര്യത്തിൽ വളരെ സങ്കടമുണ്ട്. കുട്ടികൾ ഇത്ര മാർക്ക് വാങ്ങി, എല്ലാ വർഷത്തെയും അനുസരിച്ച് അവർ എലിജിബിൾ ആണ്. പക്ഷേ ഈ പരീക്ഷയിൽ ഉണ്ടായിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ: ഒന്ന്, പേപ്പർ ലീക്ക് ചെയ്തു. രണ്ടാമത്തേത്, കുറച്ച് കുട്ടികൾ ഗ്രേസ് മാർക്ക് കൊടുത്തു. അത് പേപ്പർ ലീക്ക് മറച്ചു വെക്കാനുള്ള ഒരു പുകമറയായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം എത്ര വലിയ ചൂടായിരുന്നു. ചൂട് കാരണം കുറെ പേർ മരണപ്പെടുകയും ചെയ്തു. ഇത്ര കഠിനമായ ചൂടിലും കുട്ടികളും മാതാപിതാക്കളും പുറത്ത് നീതിക്ക് വേണ്ടി സമരം ചെയ്തു. എന്നാൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബാൻ ചെയ്തു, വീഡിയോകൾ ഡിലീറ്റ് ചെയ്തു. ഞങ്ങൾ നീതിക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട എത്ര വീഡിയോകളുണ്ടോ അവയെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. അതിലൊന്നും തെറ്റായ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ നീതി ലഭിക്കുന്നതിന് വേണ്ടി ശബ്ദമുയർത്തുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും യൂട്യൂബ് അക്കൗണ്ടുകളും ഡിലീറ്റ് ചെയ്യുന്നു. ഒരു വർഷത്തിലെ ഒരു ദിവസം, പരീക്ഷ എഴുതുന്ന ദിവസം, ഞങ്ങൾ ഡോക്ടർ ആവുമോ ഇല്ലയോ എന്ന് അറിയുന്ന ദിവസം. എനിക്ക് പിതാവില്ല, ഡാഡിയില്ല, മരിച്ചുപോയി. എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ്. 2 വർഷം എനിക്ക് നഷ്ടപ്പെട്ടു. 2 വർഷം പഠിക്കാൻ സാധിച്ചില്ല. വീട്ടിൽ പ്രശ്നം, പണത്തിൻ്റെ പ്രശ്നം, കുടുംബ ബഡ്ജറ്റ് താളം തെറ്റി. ഇതെല്ലാം ഓർത്തിട്ട് എനിക്ക് മനസ്സിന് വലിയ വിഷമമാണ്. എൻ്റെ അമ്മ പാവപ്പെട്ടതാണ്. 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ്. അതിനിടയ്ക്കാണ് നീറ്റ് സ്കാം. വീണ്ടും നീറ്റ് പരീക്ഷ നടത്തേണ്ടതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് എന്ത് കാര്യങ്ങളിലാണ്? 1, വീണ്ടും നീറ്റ് പരീക്ഷ നടത്തുക. ഓക്കെ, റീനീറ്റ്. 2, ഈ പരീക്ഷ നടത്തുന്ന NDAയ്ക്ക് ഇത് കാര്യക്ഷമമായി നടത്താനുള്ള കഴിവില്ല എന്ന് അംഗീകരിക്കുക. അതായത് NDA എന്നുള്ള കോൺസെപ്റ്റ് തന്നെ പരാജയമാണെന്ന്. അതെ, NDAയിൽ ഞങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല. ഫസ്റ്റ് 1 റീ എക്സാം, സെക്കൻഡ് 1 NDAയ്ക്ക് പരീക്ഷ നടത്തിപ്പിന് കഴിവില്ല. മൂന്നാമത്തേത്
വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മുൻഗണന കൊടുക്കുക, കൗൺസിലിംഗ് നടത്തുക. സർ, നാലാമത്തേത് ബ്ലൈൻഡ് സ്പോട്ടുകൾ. ടെലഗ്രാമിൽ പേപ്പർ ലീക്ക് ആകുന്നു, ഓൺലൈനിൽ പേപ്പർ ലീക്ക് ആകുന്നു. അതിന്മേൽ സമഗ്രമായ അന്വേഷണം നടത്തണം. ഇത് വെറും 24 ലക്ഷം കുട്ടികളുടെ മാത്രം കാര്യമല്ല. കുടുംബം മുഴുവനും ഇത് കാരണം വിഷമം അനുഭവിക്കുന്നു. ബോർഡ് പരീക്ഷയുടെ സമ്മർദ്ദം, നീറ്റിന്റെ സമ്മർദ്ദം, വളരെയേറെ പേർ മെഡിക്കൽ പോലും എടുക്കുന്നില്ല. ഇങ്ങനെ ഡോക്ടർ ആവുന്നവർക്ക് ക്വാളിറ്റി ഒന്നും തന്നെയില്ല. ഈ ഗ്രേസ് മാർക്കൊക്കെ കിട്ടിയവരും പേപ്പർ ചോർന്ന് കിട്ടിയവരും ഡോക്ടറായാൽ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ കൂടി കഴിയുമോ? ഇവരുടെ അടുത്ത് ഒരു ഓപ്പറേഷൻ നടത്താൻ പോയാൽ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടോ? ഞങ്ങൾക്കറിയാവുന്ന പല സംഭവങ്ങളുമുണ്ട്. ചിലരുടെ കുടലെടുത്തു, ചിലരുടെ കിഡ്നി എടുത്തു. ഇതുപോലുള്ള കാര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. റീനീറ്റ് നടത്തുന്നതിന് നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം 2 സ്ഥാപനങ്ങൾക്കാണ് ഉള്ളത്. ഒന്ന് സുപ്രീം കോടതി. ഞങ്ങൾ അതിന്മേൽ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്നു. രണ്ടാമത്തത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ UGC നെറ്റ് എക്സാം വരെ ക്യാൻസൽ ചെയ്തു. എക്സാമിന് 1 ദിവസം മാത്രമുള്ളപ്പോൾ ക്യാൻസൽ ചെയ്തു. ഈ 2 പേരും ഇങ്ങനെ ചെയ്യാൻ കാരണം പൊളിറ്റിക്കൽ പ്രഷർ വന്നത് കാരണം മാത്രമാണ്. അതെ, അതുപോലെ നിങ്ങൾ ശബ്ദമുയർത്തിയതുകൊണ്ടും. നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ 2 സ്ഥാപനങ്ങളും തീരുമാനമെടുക്കുകയുള്ളൂ. അതെ സാർ, നിങ്ങൾ ശരിയായി സമ്മർദ്ദം ചെലുത്തുകയും പിന്തിരിയാതെ ഇരിക്കുകയും ചെയ്താൽ കൂടുതൽ വിദ്യാർത്ഥികൾ പിന്തുണയുമായി എത്തും. അപ്പോൾ 2 സ്ഥാപനങ്ങളും ഈ പരീക്ഷ ക്യാൻസൽ ചെയ്യും. അധികാരം കോടതിയുടെ കയ്യിലുമല്ല, മന്ത്രിസഭയുടെ കയ്യിലുമല്ല, മറിച്ച് നിങ്ങളുടെ കരങ്ങളിലാണ്. നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ നിന്നാൽ, പിന്മാറാൻ തയ്യാറാകാതിരുന്നാൽ അവർക്ക് നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വരും. ഓക്കെ, നന്ദി. നിങ്ങളുടെ അഭിലാഷങ്ങൾ, കാഴ്ചപ്പാടുകൾ, അതാണ് രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. അതിലൂടെയാണ് രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുന്നത്. സർക്കാർ നിങ്ങളുടെ രക്ഷയ്ക്ക് എത്തിയില്ലെങ്കിൽ പ്രതിപക്ഷം നിങ്ങളുടെ സംരക്ഷണത്തിനായി ഉണ്ടാവും. നിങ്ങളുടെ ഈ ആവശ്യം ഞാൻ വ്യക്തിപരമായി പാർലമെന്റിൽ ഉയർത്തും. സർക്കാരിൽ എല്ലാ സമ്മർദ്ദവും ചെലുത്തും. നന്ദി.